തിരുവനന്തപുരത്ത് എത്തുമെന്നറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് അഭിനന്ദനമറിയിച്ചു. തിരുവനന്തപുരത്തെ വിജയം വലിയ നേട്ടമെന്ന് മോദി പറഞ്ഞു. 1987 അഹമ്മദാബാദ് പിടിച്ച് ബി.ജെ.പി. ഗുജറാത്തിൽ പിന്നീട് ഭരണം നേടിയതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. തലസ്ഥാനം പിടിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി എത്തുമെന്നും വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുമെന്നും ബി.ജെ.പി. അറിയിച്ചിരുന്നു. അതേസമയം തിരുവനന്തപുരത്ത് മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖ ബി.ജെ.പിയുടെ മേയറാകും. കൊച്ചിയിൽ കോൺഗ്രസിനാണ് ഭരണം. ഇവിടെ കെ.പി.സി.സി. ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മേയറാകും. തൃശൂരിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥികളെല്ലാം വിജയിച്ചിട്ടുണ്ട്. ലാലി ജെയിംസ് ലാലൂരിലും ശ്യാമള മുരളീധരൻ മുക്കാട്ടുകരയിലും സുബി ബാബു ഗാന്ധിനഗറിലും ഷീന ചന്ദ്രൻ പനമുക്കിലും വിജയിച്ചു. ഇതിൽ സാമുദായിക സമവാക്യങ്ങളെല്ലാം പരിഗണിച്ച് തീരുമാനം കോൺഗ്രസ് എടുക്കും. കണ്ണൂരിൽ ശ്രീജ മഠത്തിൽ മുണ്ടയാട് സീറ്റിലും പി. ഇന്ദിര പയ്യമ്പലം സീറ്റിലും ജയിച്ചു. ഇതിൽ പി. ഇന്ദിരയ്ക്കാണ് മേയറാകാൻ കൂടുതൽ സാധ്യത. കോഴിക്കോട് CPM-നാണ് മുൻതൂക്കം. ഇവിടെ മേയർ സ്ഥാനത്തേക്ക് എസ്. ജയശ്രീയെ പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. LDF മേയർ സ്ഥാനാർത്ഥിയായിരുന്ന CP മുസാഫിർ അഹമ്മദ് മീൻചന്ത ഡിവിഷനിൽ പരാജയപ്പെട്ടിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ഉടൻ മേയറിൽ വ്യക്തത വരും. കൊല്ലത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ INTUC ജില്ലാ അധ്യക്ഷനായ AK ഹഫീസ് മേയറാകും. അതായത് കേരളത്തിലെ 6 കോർപ്പറേഷനിൽ ബഹുഭൂരിഭാഗവും സ്ത്രീ മേയർമാരുടെ ഭരണത്തിലാകും. തിരുവനന്തപുരവും കോഴിക്കോടും കൊല്ലവും മേയർ പദവിയിൽ ജനറലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും മേയറാകാം. തിരുവനന്തപുരത്ത് ശ്രീലേഖയെ മേയറായി ബി.ജെ.പി. ഉറപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് CPM-ഉം വനിതയെ മേയറാക്കിയാൽ ആ ജനറൽ സീറ്റിലും വനിതാ മേയറാകും. കൊല്ലത്ത് മാത്രമാണ് നിലവിൽ പുരുഷ മേയർക്ക് സാധ്യതയുള്ളത്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് മേയറാകുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ സമുദായ സമവാക്യം നിർണായകമാകും. കണ്ണൂരിൽ ഇന്ദിരയ്ക്ക് അനുകൂലമാണ് കോൺഗ്രസിലെ ചർച്ചകൾ. കെ. സുധാകരന്റെ തീരുമാനമാകും കണ്ണൂരിലെ മേയറെ നിശ്ചയിക്കുന്നതിൽ നിർണായകമാവുക. ബി.ജെ.പിയും കോൺഗ്രസും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ മേയർമാരെ നിശ്ചയിക്കും. തിരുവനന്തപുരത്ത് ശ്രീലേഖയെ ബി.ജെ.പി. ദേശീയ നേതൃത്വവും അംഗീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസും ഹൈക്കമാൻഡ് നിർദ്ദേശം പരിഗണിച്ചാകും മേയർമാരെ പ്രഖ്യാപിക്കുക. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാട് തൃശൂരിൽ നിർണായകമാകും. കൊച്ചിയിൽ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേര് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോളുടെ പേര് ചിലര് ഉയർത്തിയെങ്കിലും ദീപ്തി മതിയെന്നാണ് KPCCയുടെ തീരുമാനം. 2 പേരുകാരും I വിഭാഗത്തിൽ നിന്നായിരുന്നു. ദീപ്തി KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ആളായാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. കൊച്ചിയിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും വലിയൊരു നിര തന്നെയുണ്ട്. കഴിഞ്ഞ കൗൺസിലിൽ UDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ MG അരിസ്റ്റോട്ടിലും ഡെപ്യൂട്ടി ലീഡറായിരുന്ന ഹെൻറി ഓസ്റ്റിനും കൂടാതെ മുൻ കൗൺസിലർമാരായ മുതിർന്ന നേതാക്കളുടെയും വലിയ നിര തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായുണ്ട്.